വെൽക്കം ടു PSCtalks. മെൻ്റൽ എബിലിറ്റിയുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ലക്ഷ്മി മോഹൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ നിങ്ങൾക്കിപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നോക്കുമ്പോഴത്തേക്കിന് സമയം ഏകദേശം ഒരു 8:20 എന്നൊക്കെ ആണെങ്കിൽ ഒരു അൺമാർക്ഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് തന്നെ നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ കാണിക്കുന്നത് ഒരു 3:40 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സമയം തരും, എന്നിട്ട് ആ സമയം ക്ലോക്കിലത്തെ സമയം ഇത്രയാണെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. ഇത് നമ്മുടെ സിലബസിനകത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്ലോക്ക് എന്നുള്ളത് ടൈം ആൻഡ് ഇറ്റ്സ് ആംഗിൾ കൂടാണ്ട് ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് എടുത്ത് ഒരു ടോപ്പിക്കായിട്ട് സബ് ടോപ്പിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാമിന് നോക്കിക്കഴിഞ്ഞാലും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ടോപ്പിക്കിൽ നിന്ന് ക്ലോക്കിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ വരച്ചൊന്ന് നോക്കി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ പോയിന്റ്, 2 പോയിന്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. അപ്പം ഏതൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കിപ്പം ക്വസ്റ്റ്യനിലൊരു സമയം തന്നിട്ടുണ്ടാവില്ലേ, ആ തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മാത്രം ആദ്യം നോക്കുക. തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന സമയത്തിനെ 11:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ട് കുറയ്ക്കുക. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സമയം തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ സമയം തരികയാണ്, 8:30 ഒരു ക്ലോക്കിലെ സമയം എങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ് എന്ന്, പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ, ഈ തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണോ 11 മണിയേക്കാൾ കുറവാണോ എന്ന് നോക്കുക. 11 മണിയേക്കാൾ, അപ്പോൾ 8:30 എന്താ 11 മണിയേക്കാൾ കുറവാണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 11:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് അതിനെ കുറയ്ക്കുക. 11:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ട് അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, 11:60യിൽ നിന്നിട്ട് 8:30 കുറയ്ക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 3:30. ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്താ, തന്നിരിക്കുന്ന സമയം 11 o'clockനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്താ 11:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ട് ആ തന്നിരിക്കുന്ന സമയത്തിന് കുറയ്ക്കുക. ഓക്കെ, ഇനി എന്താ, തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു കേസിൽ നമ്മൾ 8:30 എന്നല്ലേ തന്നത്. ഇനി സപ്പോസ് ചോദ്യത്തിൽ 12:10 എന്നൊരു സമയമാണ് തന്നിരിക്കുന്നതെന്ന് കരുതുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ 12:10 എന്നൊരു സമയമാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് സംഖ്യയിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്, 23:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, 23:60 മൈനസ് നമ്മൾ ക്വസ്റ്റ്യൻ എത്രയാ 12:10 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും, 11:50 വരും. ഓക്കെ, 12:10 എന്ന് പറയുന്നതിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന എത്രയാണ്, 11:50. അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് വരും, അപ്പോൾ 11 മണിയാണെങ്കിൽ ഇനി ഈ വാല്യൂസ് തന്നെ ഈ 11:60യും ഈ 23:60യും നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. 11ഉം 60യും 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആകുമ്പോൾ എത്രയാവുന്നത്, 12 മണിയല്ലേ. ഓക്കെ, അപ്പോൾ 12 മണിനെയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 11:60 എന്ന് എഴുതുന്നത്. സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 11:60 എന്ന് എഴുതുന്നത്. ഇനി അടുത്തൊന്ന് നോക്കിക്കേ, 23:60 23 മണി കഴിഞ്ഞ് 23:60 എന്ന് പറയുന്നത് എത്രയാണ്, ആക്ച്വലി 24 എന്നല്ലേ വരിക. ഓക്കെ, 24 hour എന്നല്ലേ വരുന്നത്, അതും എന്താ 12 മണി തന്നെയല്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് മെമ്മറൈസ് ചെയ്യാനും എളുപ്പമാണ്. ഈ 2 പോയിന്റ് അറിയാമെങ്കിൽ ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. കുറവാണ് എന്നുണ്ടെങ്കിൽ 11:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ട് ആ തന്നിരിക്കുന്ന വാല്യൂവിനെ സബ്ട്രാക്ട് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ 11 മണിയേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, 23:60യിൽ നിന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സംശയം വരുന്നത്, അപ്പോൾ 11 മണി എന്ന് പറയുന്ന സമയമാണെങ്കിലോ ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത്, നമുക്ക് രണ്ടും ചെയ്തു നോക്കാം. 11:60
എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ട് നമ്മൾ 11 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 60 മിനിറ്റ് എന്ന് വരും. 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 00യിൽ നിന്നിട്ട് 60 മിനിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 1 o'clock എന്ന് വരില്ലേ? 00 എന്ന് പറഞ്ഞാൽ 12 എന്നാണ് അർത്ഥം. 12ൻ്റെ കൂടെ 16 കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 1 അല്ലേ? ഓക്കെ, 1 o'clock എന്ന് എഴുതാലോ. ഇനി അതേപോലെ തന്നെ 2360യിൽ നിന്നിട്ട് നമുക്ക് 11 കുറച്ച് നോക്കാം. അപ്പോൾ എത്ര വരും? 1260 എന്ന് പറയും. 12ൻ്റെ 12 മണിയും 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? വീണ്ടും 1 o'clock അല്ലേ? 1 o'clock അല്ലേ? 1 o'clock അല്ലേ? അപ്പം എന്താണ് തന്നിരിക്കുന്നത്? 11 മണിയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂസിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ആക്ച്വൽ ആൻസർ 1 o'clock എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തേക്കുന്നതാണ്. ഒരു ക്ലോക്കിൽ സമയം 11:40 ആകുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് 1 എന്താണ്? തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കുക. ഇവിടെ എന്താ? 11:40 ആണ്. അപ്പോൾ 11 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ ഏത് വാല്യൂവിൽ നിന്നിട്ടാണ്? അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 എന്താണ്? ഞാനിത് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ 2360 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി പറയണം. സ്റ്റെപ്പ് 1 എന്താ? ഈ തന്നിരിക്കുന്ന വാല്യൂ 11 o'clockനേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കുക. ഇതെന്താ? 11:40 ആണ്. അപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂവിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്? സ്റ്റെപ്പ് 2 വരുന്നത് എന്താണ്? 2360 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ 11:40 എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കേണ്ടത്. അപ്പോൾ എത്ര വരും? ഇവിടെ 20 വന്നു, 1220. ഓപ്ഷൻ സി വരും, 1220. ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ക്ലോക്കിലെ സമയം 11:40 ആകുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 2360യിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്. എന്തുകൊണ്ടാണ് 2360 എടുക്കുന്നത്? കാരണം തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 6:45 ആകുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര? അപ്പോൾ ഇവിടെ എന്താ? നമുക്ക് തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് നമ്പറിൽ നിന്നിട്ട് ഏത് വാല്യൂവിൽ നിന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്? 1160യിൽ നിന്ന് ഈ 645നെ നമ്മൾ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരും? ഇവിടെ 515 എന്ന് വരും. 515. ഓപ്ഷൻ ഡി ആണ് 515. ഓക്കെ, തന്നിരിക്കുന്ന സമയം 6:45 ആണ്. അപ്പോൾ എന്താ? 11 മണിയേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 1160 എന്ന വാല്യൂവിൽ നിന്നിട്ട് സബ്ട്രാക്ട് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്ലോക്കിലെ പ്രതിബിംബം നോക്കി ഒരു കുട്ടി സമയം 8:30 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ക്ലോക്കിലെ സമയം ഇത്രയാണ്, അപ്പോൾ അതിൻ്റെ പ്രതിബിംബം എത്ര എന്നാണ് ചോദ്യം. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റിവേഴ്സ് ആക്കിയിട്ട് ചോദിച്ചു. മിറർ ഇമേജിലെ സമയം ഈ തന്നിരിക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ സമയം എത്രയാണ്? അപ്പോൾ സെയിം പ്രിൻസിപ്പിൾ തന്നെ. അങ്ങനെ തിരിച്ചു ചോദിച്ചു എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നമ്മൾ പഠിച്ച അതേ സെയിം ലോജിക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടൈം എന്താണ്? 8:30 ആണ്. അപ്പോൾ സമയം എന്താ? 11 മണിയേക്കാൾ കുറവാണ്, 1160. അപ്പോൾ ഏത് സമയത്തിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്? 1160യിൽ നിന്നിട്ട് നമ്മൾ കുറയ്ക്കുന്നു. 1160 മൈനസ് 8:30 എത്ര വരും? 330. ഓക്കെ, 330. ഓപ്ഷൻ എ 330. ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 6:25 ആകുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്ര? ക്ലോക്കിലെ സമയം 6:25 ആണ്. 6:25 എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്? നമ്മളുടെ 11 o'clockനേക്കാളും കുറവാണ്. അപ്പോൾ 1160യിൽ നിന്നിട്ട് കുറയ്ക്കാം. 1160 മൈനസ് 6
25. ഇപ്പം എത്ര വരും? 5:35 വരും. 5:35. ഇതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു രീതി. ഓക്കെ, അപ്പം ഈ ഒരു ഇതൊരു വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നു മെൻ്റൽ എബിലിറ്റിയുടെ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ചെറുതും എന്നാൽ ഒരു മാർക്ക് നമുക്ക് സോളിഡായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 2 ഫോമാറ്റിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണോ കുറവാണോ? ഇപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 11 മണിയേക്കാൾ കൂടുതൽ ആണോ അതോ കുറവാണോ എന്ന് മാത്രം നിങ്ങൾ ഫസ്റ്റ് നോക്കുക. തന്നിരിക്കുന്ന സമയം 11 മണിയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഏത് സംഖ്യയിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടേ? 11:60 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നിട്ട് ആ തന്നിരിക്കുന്ന സമയത്തിന് സബ്ട്രാക്ട് ചെയ്യുക. അതായിരിക്കും മിറർ ഇമേജിൽ ഉണ്ടാവുക. ഇനി അതേസമയം 11 മണിയേക്കാൾ കൂടുതലാകുന്ന കേസിൽ നമ്മൾ ഏത് വാല്യൂവിൽ നിന്നിട്ടാണ് കുറയ്ക്കേണ്ടത്? 2360 എന്ന വാല്യൂവിൽ നിന്നിട്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് അതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ടൈം ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.